എല്ലാവർക്കും പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക നന്ദാവനത്ത് അനി വരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അനിയെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ, ഇവൻ എന്താ ഇങ്ങനെ വന്നേന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ദേവയാനിയാണെങ്കിൽ നന്ദുവിനെയും കൊണ്ട് നല്ല സന്തോഷത്തോടെ ഇങ്ങോട്ട് വരികയായിരിക്കും. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ദേവയാനിക്ക് അങ്ങ് ഷോക്കാവുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ, നന്ദു ഇന്ന് പോവുകയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടല്ലേ, അവളെ ഒന്ന് കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതിന് നീ ഇവിടെ വരണം ആർക്കും ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. എൻ്റെ 2 ഏട്ടത്തിമാരുടെ വീടല്ലേ, എനിക്കതുകൊണ്ട് ഇവിടെ വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയാം, അനി നീ ഞങ്ങളെ കാണാനാണോ വന്നത് അനി എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് വന്നതെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയണം, അത് ഞാൻ ഇവിടെ വന്നത് നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെ, അവൾക്ക് എന്തായാലും നല്ലൊരു ഉപദേശം കൊടുക്കാൻ വേണ്ടി കൂടി തന്നെയാണ് വന്നത്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ അനുസരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി എവിടെ അടുത്തെങ്കിലും പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും പറയുന്നുണ്ട്, മോനെ നന്ദുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനി മോനും കൂടെ അതിനനുസരിച്ച് പെരുമാറിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഗോവിന്ദനും പറയാണ്, എല്ലാവർക്കും മോനും ഇവളും കൂടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ നല്ല വിഷമമുണ്ട്, അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഇനിയെങ്കിലും മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാം, ഇപ്പം നിനക്ക് സമാധാനമില്ലേ, ഇവരെയൊക്കെ വായിക്കുന്ന കേട്ടപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ എന്തായാലും മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് മുത്തശ്ശൻ ഒന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, നീ എന്തായാലും ഇങ്ങോട്ട് വരുന്നത് നല്ല ഉദ്ദേശത്തിനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇനിയിപ്പോൾ യാത്ര പറിച്ചിട്ടൊന്നും വേണ്ട, തിരിച്ചു പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി ഇങ്ങനെ നന്ദുവിനെയൊക്കെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നിട്ട് നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും അനി അങ്ങ് തിരിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ എവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവിടെ പോകാൻ നിൽക്കുകയല്ലേ, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നന്ദു ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലായിടത്തും ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് അനി നേരെ ഇങ്ങനെ അവിടെ വരുന്നുണ്ട്, വന്നിട്ട് അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ, നിങ്ങൾ കൊണ്ടാക്കാമെന്ന് പറ റെയിൽവേ സ്റ്റേഷനിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ ഒരു ടാക്സി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി അവിടെ പോയി കുളമൊന്നും ആക്കരുത്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കാത്തു നിൽക്കുമെന്നൊന്നും വിചാരിക്കില്ല, ഞാൻ എന്തായാലും ഇവിടെ കാത്തു നിൽക്കാം, നിങ്ങൾ പോയി അവളെയും കൂട്ടിയിട്ട് കൊണ്ടുപോവാ, ഞാൻ നന്ദുവിൻ്റെ അടുത്ത് എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, എന്തായാലും ശരി, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം, അവളെയും കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കനയ്ക്ക് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെയും നവ്യയെയും നയനയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ആ സമയത്തേക്കും ഫ്രണ്ട്സ് വരെയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ കൊണ്ടാക്കാനാണ് വന്നത്, നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി വരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോള് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞായിരുന്നു, ഇനിയിപ്പോൾ നയന ചേച്ചി കൊണ്ട് വിടണ്ട, എന്താണെന്ന് വെച്ച് ഇങ്ങനെ ഞാൻ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിനൊക്കെ പോയി കഴിയുമ്പോൾ ഇനിയിപ്പം ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എങ്കിൽ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനെയും കൊണ്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും നയനയും ദേവേനയും കൂടെ കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും കനകയും ഗോവിന്ദനും കൂടെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറയാതിരുന്നത്, ഇനിയിപ്പോൾ നേരത്തെ അനി വന്ന് കണ്ടിട്ടല്ലേ പോയത്, ഇനിയിപ്പോൾ ദേവയാനിയും നയനയും കൂടെ ഇനിയിപ്പോൾ കൊണ്ടാക്കുന്നത് അത് ഇനിയൊരു സംശയത്തിന് ഇടയാക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ആദർശിനോടൊക്കെ പറയുകയും ചെയ്യും, അതുകൊണ്ട് എന്തായാലും അങ്ങനെ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അവരോട് പോട്ടെ എന്ന് വിചാരിച്ചത് എന്നൊക്കെ. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് ഫ്രണ്ട്സ് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കനക ഭയങ്കര വിഷമത്തിലായിട്ട് കേട്ടോ. കനകയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് ചെയ്യുക. അങ്ങനെ കനക നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, മോളൊരു നല്ല കാര്യത്തിനല്ലേ പോയത്, ഇനി ഇങ്ങനെ വിഷമിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും വിളിച്ചുകൊണ്ട് അകത്ത് പോകാനൊക്കെ നവിയോട് പറയുന്നുണ്ട്. അങ്ങനെ നവിയും അതുപോലെ ഗോവിന്ദനും എല്ലാവരും കൂടെ കനയും കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്,
അമ്മ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടുത്തെ പുരോഹിതൻ പറയുന്നത് പോലെ ഇവിടുത്തെ ജ്യോത്സ്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദു സ്നേഹിക്കുന്ന പയ്യനെ തന്നെ നന്ദു വിവാഹം കഴിക്കുന്നു. അത് കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ. അതുകൊണ്ട് അനി ഇവിടെ വരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നത്, അതുപോലെ തന്നെ ടെൻഷനാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനിക്കും ഭയങ്കര ടെൻഷനാവുന്നുണ്ട് കേട്ടോ. ഇനി എന്താവുമോ എന്ന് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ ടെൻഷനാവുകയാണ് ചെയ്യുക. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് നേരെ അനീൻ്റെ അടുത്താണ് ഫ്രണ്ട്സ് വരുന്നത് കേട്ടോ. അപ്പോൾ നന്ദു വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് എന്തോന്ന് അനി, നീ എന്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വല്യമ്മ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെന്താ, എനിക്കാണ് എല്ലാവരെയും വഴക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതില്ലേ, പിന്നെ നീ തന്നെ ഇങ്ങനെയൊക്കെ പറയേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നീ ഇപ്പം പോകുന്നില്ല, നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ടേ പിരിയുന്നുള്ളൂ, എന്തായാലും ഇനിയും ട്രെയിന് വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്, അപ്പോഴത്തേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നത് അതൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ അതൊക്കെ ആരെയും കണ്ട് ഭയങ്കര വിഷയമാവും, അതുകൊണ്ട് എന്തായാലും അതിനൊന്നും ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ തർക്കിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ അങ്ങനെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവസാനം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവുക, എന്തായാലും ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം, സമയമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു കാറ് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ബൈക്കിൽ പിറകെ വന്നോളാം, നിങ്ങളവിടെ റെസ്റ്റോറൻറ്റിൽ ചെല്ലാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ കാണിക്കുക റെസ്റ്റോറൻറ്റിലാണ്. അങ്ങനെ അനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നും, അതുപോലെ തന്നെ ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയണേ എനിക്ക് അതിനൊന്നും പറ്റില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ സന്തോഷമാണ്, നീയായിട്ട് അതില്ലാതാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ നന്ദു പോകുന്നതിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വാങ്ങി തന്ന ഡ്രസ്സൊക്കെ ഇട്ട് നീ എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തരണമെന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനുള്ള പുറപ്പാടാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ തുടങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ അയച്ച മെസ്സേജ് തന്നെ നയനേച്ചി രാത്രി കണ്ടില്ല, എന്തോ ടെൻഷനിൽ വെളിയിൽ പോയ സമയത്ത് നീ അയച്ചത്, പക്ഷേ ഇന്ന് രാവിലെ അത് കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നന്നായി, ഇനി അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് എല്ലാവരും കൂടെ തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്, എനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് അവരെ സന്തോഷത്തിന് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്, അവൾക്കും എൻ്റെ അടുത്ത് ഒരു താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് നീയാണെങ്കിൽ സഹിക്കുമോ, അനാമിക ഇങ്ങനെ വേറെ ആൾക്കാരെ പുറകെ പോയാൽ നീയാണെങ്കിൽ സഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളെ പോവാതെ ഇരിക്കുന്നത്, അവിടെ എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ പറയുന്നതാ, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചാൽ നീ ഫോണൊക്കെ എടുക്കണം, നീ തിരിച്ച് എന്നെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു അതിനൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്രണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവുകയാണ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ. കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.